The next step is the formulation of a problem. Now the next step is formulating the research problem. That means the selected problem should be translated and transformed into a scientific research question. നമ്മൾ എന്താണ് പ്രോബ്ലം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യലാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ, സെലക്ട് ചെയ്ത പ്രോബ്ലം എന്ത് ചെയ്യുക, സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കി മാറ്റലാണ്. ഇനി അതിനെന്താണ് നമ്മളെ ഫോർമുലേഷനിൽ നമ്മളെ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊക്കെ കറക്റ്റ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ എന്താണ്, റിസർച്ചിനൊരു ഡിറക്ഷൻ നൽകുന്നുണ്ട്. അതേപോലെ എന്താണ്, നമുക്ക് നമ്മളെ റിസർച്ചിൻ്റെ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളെന്താണ് റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസൊക്കെ എന്ത് ചെയ്യുക, പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെ എന്താണ് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷൻ്റെ എന്താണ് ബെനിഫിറ്റ്സ് ആണ്. ഇപ്പോൾ ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ റിസർച്ച് പ്രോബ്ലത്തിന് നമ്മളെന്താണ് സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യലാണ് എന്തെന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഫോർമുലേഷനിലെ സ്റ്റെപ്സ് നോക്കാം. 3 സ്റ്റെപ്സാണ് പറയുന്നത്. ഡെവലപ്പ് എ ടൈറ്റിൽ, രണ്ടാമത്തെ വർക്കൗട്ട് കൺസെപ്ഷൻ മോഡൽ, ആൻഡ് തേർഡ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ ഓർ ലിറ്ററേച്ചർ റിവ്യൂ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് എ ടൈറ്റിൽ. എ സ്പെസിഫിക് ടൈറ്റിൽ ഷുഡ് ബി ഗിവൻ ടു ദി പ്രോബ്ലം. The title of the study indicates the objective of the researcher and the focal point of the study. It discloses whether the study is a case study or descriptive study or experimental study. എന്താണ്, പ്രോബ്ലത്തിനൊരു സ്പെസിഫിക് ടൈറ്റിൽ എന്ത് ചെയ്യണം, നൽകണം. ടൈറ്റിൽ പ്രോബ്ലം റിസർച്ചിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സിനെയും ഫോക്കൽ പോയിൻറ്റിനെയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതേപോലെ എന്താണ്, ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്താണ്, നമ്മളെ സ്റ്റഡി എന്താണ്, കേസ് സ്റ്റഡി ആണോ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണോ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണോ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിനൊരു സ്പെസിഫിക് ടൈറ്റിൽ നൽകണം. ആ ടൈറ്റിൽ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മളെ സ്റ്റഡിയുടെ നമ്മളെ ഫോക്കൽ പോയിൻ്റ്, നമ്മളെ ഒബ്ജക്റ്റീവ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതേപോലെ എന്താ, നമ്മളെ ടൈറ്റിൽ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റഡിയുടെ ടൈപ്പ് ഏതാണ് കേസ് സ്റ്റഡി ആണോ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണോ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണോ എന്ന് എന്ത് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കണം. ഇനി രണ്ടാമത്തെ വർക്കൗട്ട് കൺസെപ്ച്വൽ മോഡൽ. ഇതെന്താണ്, ഒരു ആശയപരമായ മാതൃക തന്നെ വർക്കൗട്ട് ചെയ്യുക. The conceptual model gives an exact idea of the research problem and shows its various properties and variables to be studied. It serves as a basis for the formulation of objectives of the study and the hypothesis to be tested. To prepare a conceptual model, the researcher should make a careful and critical study of the available literature on the subject matter of the selected research problem. നമ്മൾ കൺസെപ്ഷൻ മോഡലിൽ എന്താണ്, റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയൊരു കൃത്യമായൊരു ഐഡിയ നൽകുക. അതേപോലെ അതിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടും വേരിയബിൾസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, നമ്മൾ കൺസെപ്ഷൻ മോഡൽ എന്താണ്, നമ്മളെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സും ഹൈപ്പോത്തസിസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ളൊരു ബേസാണ്. അതേപോലെ നമ്മളൊരു കൺസെപ്ഷൻ മോഡൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ക്രിട്ടിക്കൽ ആൻഡ് കെയർഫുൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ ആ റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് നമ്മൾ ആ നാഷണൽ ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക, എല്ലാ പ്രീവിയസ് റിസർച്ചിൽ എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ പറ്റിയ പ്രീവിയസ് ആരെങ്കിലും തന്നെ അതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റഡി ചെയ്തിട്ട് നമ്മളെന്താണ് കൺസെപ്ഷൻ മോഡൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കെയർഫുള്ളായിരിക്കും. അതേപോലെ ക്രിട്ടിക്കൽ സ്റ്റഡി എന്ത് ചെയ്യണം, നടത്തണം എന്നാണ് പറയുന്നത്. മൂന്നാമത്താണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ ഓർ ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം, റിവ്യൂ പറഞ്ഞാൽ അവലോകനം അല്ലേ. നമ്മളെന്താണ് ഒരു വിപുലമായ ലിറ്ററേച്ചർ സർവേ എന്ത് ചെയ്യണം, നടത്തണം. എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ? A literature review is a comprehensive summary of previous research topic.
മുമ്പത്തെ റിസർച്ച് ടോപ്പിക്കിൻ്റെ സമഗ്രം അല്ലേ, അതാണ് സമ്മറിയാണ് സംഗ്രഹണം അല്ലേ. ഒരു സമ്മറിയാണ് എന്തെന്ന് പറയുന്നത്, ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീവിയസ് സ്റ്റഡീസിൻ്റെ കോംപ്രഹെൻസീവ് സമ്മറി ആണ് എന്ത് ലിറ്ററേച്ചർ റിവ്യൂ. The literature review surveys scholarly articles, books and other sources relevant to a particular area of research. ലിറ്ററേച്ചർ റിവ്യൂ സർവേ ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മൾ ഒരു റിസർച്ചിൻ്റെ പർട്ടിക്കുലർ ഏരിയയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള സ്കോളർലി ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ അതർ സോഴ്സസ് ഒക്കെയാണ് എന്ത് ലിറ്ററേച്ചർ റിവ്യൂ സർവേ ചെയ്യുന്നത്. The review should enumerate, describe, summarize, objectively evaluate and clarify its previous research. റിവ്യൂ എന്താണ്, പ്രീവിയസ് റിസർച്ചിനെ എന്യൂമറേറ്റ് ചെയ്യുക, അതേപോലെ അതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യും, സമ്മറൈസ് ചെയ്യുകയോ വാലിഡേറ്റ് ചെയ്യുകയോ ഒക്കെ എന്താണ്, അതേപോലെ എന്താണ് ക്ലാരിഫൈസ് പ്രീവിയസ് റിസർച്ച്, ആ പ്രീവിയസ് റിസർച്ചിന് എന്താണ് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പ്രീവിയസ് റിസർച്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഗിവ് എ തിയററ്റിക്കൽ ബേസ് ഫോർ ദ റിസർച്ച് ആൻഡ് ഹെൽപ്പ് യു ഡിറ്റർമൈൻ ദി നേച്ചർ ഓഫ് യുവർ റിസർച്ച്. എന്താണ് ആ റിസർച്ചിനെ പറ്റിയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ബേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളെ റിസർച്ചിൻ്റെ നേച്ചർ നിർണ്ണയിക്കാൻ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, നമ്മളെ ടോപ്പിക്കിനെ പറ്റിയിട്ട് മുന്നേ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് അവർ ആ സ്റ്റഡീനെ പറയുന്നതാണ് എന്ത് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മളെ ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം ആണ് പറഞ്ഞത്. എന്താണ് സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ ഫൈനലൈസ് ചെയ്ത് നമ്മളെ പ്രോബ്ലത്തെ എന്ത് ചെയ്യുക, സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കി എന്ത് ചെയ്യുക, മാറ്റാം. അതിലുള്ള സ്റ്റെപ്സാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ എന്താണ് ഡെവലപ്പിങ് ടൈറ്റിൽ എന്ത് ഡെവലപ്പ് ചെയ്ത്, പിന്നെന്താ വർക്കൗട്ട് കൺസെപ്ഷൻ മോഡൽ ഉണ്ടാക്കി, ദെൻ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ത് ചെയ്ത് ഉണ്ടാക്കി. ഇത്രയാണ് എന്ത് നമ്മളെ ഫോർമുലേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്.